ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. The book of Revelation chapter 2 verse 9. And poverty, and I know the blasphemy of them which say they are Jews, enter not, but are the synagogue of Satan. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവനാകുന്നു താനും തങ്ങൾ യഹൂദനല്ല എന്ന് പറയുന്നെങ്കിലും യഹൂദനല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. 2 Corinthians chapter 2 verse 11. Lest Satan should get an advantage of us, for we are not ignorant of his devices. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സ്മുർന്നയിലെ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ അവർ ജയാളികളായി തീരണമെന്നും അവർക്ക് 2-ാം മരണത്താൽ ദോഷം വരികയില്ല എന്നും ജീവകിരീടം കൊടുക്കുമെന്നും അരുളി ചെയ്യുകയാണ്. When the message is given to the church of Smyrna, it is said unto them that they must overcome. If that being so, they shall be granted the crown of life. Further, they shall not be hurt with the second death. അവരെ ജയിക്കേണ്ടതായ വിഷയങ്ങളിൽ ഒന്ന്, സാത്താൻ വേഷപ്രച്ഛന്നനായി തന്ത്രപരമായി പ്രവർത്തിക്കുമ്പോൾ അവനെ തിരിച്ചറിയുന്നതിൽ അവർ ജയിക്കണം. Of the things that they should overcome, one thing is the devil may come in disguise. They have to recognize him, and thus they must defeat him. പിശാച് അവൻ്റെതായ തനതായ രൂപത്തിൽ ലോകത്തിൽ മനുഷ്യൻ്റെ അടുക്കലോ ദൈവമക്കളുടെ അടുക്കലോ വരുന്നില്ല. The devil does not approach any human being or even the children of God taking his own original form. അവനെ തിരിച്ചറിയാത്ത വിധത്തിൽ ആകുന്നു അവൻ പ്രവർത്തിക്കുന്നത്. So he makes his operation in a way, in disguise, or in other words, that he cannot be recognized easily. കഴിഞ്ഞ പ്രാവശ്യം പിശാച് ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നാം ചിന്തിപ്പാനിടയായി. In the previous session, we could understand as to what are the ways wherein the devil makes his operation. ലോകത്തിൽ പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? How does the devil work in the world? ദൈവമക്കളുടെയിൽ പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? In the midst of the children of God, how does he work? സഭയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് രത്നചുരുക്കമായി നാം ചിന്തിപ്പാനിടയായി. What is his modus operandi even in the congregation of the people of God? Concerning these things, we could discuss to a certain extent. ഇത് വളരെ വിപുലമായ വിഷയം, അത് രത്നചുരുക്കമായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. So this is a detailed subject. I had just summarized only. ഇങ്ങനെ വിവിധ നിലയിൽ വേഷം മാറി തിരിച്ചറിയാനാവാത്ത വിധം പിശാച് മനുഷ്യരുടെയിൽ പ്രവർത്തിക്കുമ്പോൾ നാം എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. The sin disguise, as the devil works in the midst of the people and children of God, what are the measures of precaution that we have to take is today's subject. ഇന്ന് കമ്പ്യൂട്ടർ, TV മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതലായ അനവധി ഉൽപ്പന്നങ്ങളുടെ പരസ്യം അത് വളരെയധികമായി വർദ്ധിച്ചു വരികയാണ്. Electronic devices and branch equipment like computer, television, and advertisements of cosmetics and so on, through which the devil is making his operation. ഈ പറയപ്പെട്ട സാധനങ്ങളുടെ എല്ലാം പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കി. And we could understand that through all these devices, the devil is deceiving people. ഈ ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിലൂടെയും പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Even through the advertisement of these things, devices, the devil even cheats people. അങ്ങനെയുള്ള പരസ്യം നാം കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ ദുഷ്ടശക്തി നമ്മളിലേക്ക് പ്രവേശിപ്പാൻ സാധ്യതയുണ്ട്. As we watch and listen to such advertisements, there's every likelihood of this evil power creeping into us. നാം സൂക്ഷിക്കേണ്ട വേറൊരു മേഖലയാണ് വായന. There is another area that we need to be watchful is reading. വായനയിലൂടെ പിശാചിന് ഇടം കൊടുക്കരുത്. It is through reading we must not give room for the devil's operation. പല പുസ്തകങ്ങളും മനുഷ്യനുമേൽ വളരെ ദോഷം വരുത്തത്തക്ക വിധത്തിലുള്ള പുസ്തകങ്ങളാണ്. Many books really make a great harmful onslaught upon men.
ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഹാരി പോട്ടറിനെ കുറിച്ച് പറഞ്ഞു. So in the last session I referred it to Harry Potter. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അവരുടെ കൂട്ടുകാർ പലരും ഇത് വായിച്ചിട്ട് അവർക്ക് പലർക്കും ഉറക്കമില്ല, പലർക്കും തലവേദന, പലതരത്തിലുള്ളതായ അസ്വസ്ഥതകൾ. Recently one child told me one of her friends read a copy of the same and she becomes restless, suffers from drowsiness, headache and so on. യഥാർത്ഥ മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. The real charm that is used by the real magician is used in that copy of the Harry Potter. അതിൽ പല വാചകങ്ങളും കുട്ടികൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. So many statements had already been learned by the children by heart. അത് അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ ഇനി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. So we have to pray that it might be blotted out of their mind. പുസ്തകങ്ങൾ, അതെ, പൈശാചികമായ പുസ്തകങ്ങൾ അത് വായിച്ചുകൂടാ, അത് നശിപ്പിക്കപ്പെടേണ്ടവയാണ്. Devilish books must not be read, that must be completely annihilated. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ സുവിശേഷം കേട്ട് മന്ത്രവാദികൾ രക്ഷിക്കപ്പെട്ടുവെന്ന് നാം അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്. In Acts of the Apostles we come to read, during the initial century, the first century, people listened to the advice of the apostles and they got healed from evil spirit or the spirit of divination. ഈ മന്ത്രവാദികൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ അതുവരെ ഉപയോഗിച്ചിരുന്നതായ പുസ്തകങ്ങൾ എന്താണ് ചെയ്തത്? So as these charmers got saved, and what happened to the books or the magical incantations that they had used thus far? അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അതെല്ലാം ഒരു ചുട്ടുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. In Acts the Apostles chapter 19 verse 19 we get the glance that they had been ascended. പ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാതെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. Many of them also which used curious arts brought their books together and burned them before all men. And they counted the price of them and found it 50,000 pieces of silver. മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടപ്പോൾ അവർ അതുവരെ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം ചുട്ടുകളഞ്ഞു. So when these charmers got saved, the books which were used by them thus far got burnt. നല്ല വിലയുള്ള പുസ്തകങ്ങളാണ്, എല്ലാം കൊണ്ട് 50,000 വെള്ളിക്കാശ്. The precious copies of books, the total cost is 50,000 pieces of silver. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ കൂലിയായി 1 വെള്ളിക്കാശ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ 50,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് കണക്ക് കൂട്ടണം. It was a time that for a daily waged man, for his daily wages 1 silver piece was given. If that being so, you can calculate the value of 50,000 pieces of silver. ഇന്നത് എത്രയോ ലക്ഷങ്ങളാണ് ഇന്നത് വിലമതിക്കുന്നത്. So when we compare this to present value, millions of rupees. അവർ മാനസാന്തരപ്പെട്ടപ്പോൾ അത് വേറെ ആൾക്ക് കൊടുത്ത് അത് പണം വാങ്ങിക്കല്ല ചെയ്തത്, നശിപ്പിച്ചു. കാരണം ഇനി അത് വായിച്ച് ഒരാൾ വഞ്ചിക്കപ്പെടരുത് എന്നാണ്. When they got saved, they did not exchange the same with something else. Instead, they burned them completely with the ultimate view to that no one should read the same and want to the same. പൈശാചികമായ ബന്ധനം നമ്മൾ ഉളവാക്കുന്ന തരത്തിലുള്ളതായ പുസ്തകങ്ങളുണ്ട്, അത് വായിക്കാതെ നാം സൂക്ഷിക്കണം. Therefore there are books which may create a devilish works in us. We need to be watchful lest we should read the same and be victimized to devil's device. വിദ്യാഭ്യാസത്തിനും പൊതുവിജ്ഞാനത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഗ്രന്ഥങ്ങളല്ലാതെ കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കരുത്. Save the books and publications which are quite indispensable for the part of academic life. We should not read any other copy of the book. നേരം പോക്കിനാണ്, വിനോദത്തിനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അരുതാത്ത ഗ്രന്ഥങ്ങൾ വായിച്ച് വഞ്ചിക്കപ്പെടരുത്. So do not read books on the ground that it's for amusement, entertainment and time pass, and don't get deceived yourself. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഗ്രന്ഥശാലകളിലും ലൈബ്രറികളിലും സാത്താന് ശക്തിയേറിയ ആയുധങ്ങളായ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. Even the libraries and reading rooms which find place in the part of our land, we can find very powerful weapons, which means copies of the books of the devil. കയ്യിൽ പണമുണ്ട്, പുസ്തകശാലയിൽ കയറി കാണാൻ കൊള്ളാവുന്ന രീതിയിൽ അച്ചടിച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങാൻ തുനിയരുത്. So therefore do not dare to buy all the copies of the books which are printed in a very attractive fashion as you have sound amount with you. ഒരു പുസ്തകശാലയിൽ കയറിയാൽ പ്രാർത്ഥനയോടെ മാത്രമേ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാവൂ. When you go to a bookstore, with the prayer only you have to select books. എന്തിനാ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സിലബസിൽ തന്നെ നിരീശ്വരത്വവും ഭൗതികവാദവും പുരാണ കഥകളും
ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. Even it is in the copies of the syllabus, books like dealing with atheism, rationalism and the like are included. ഇതെല്ലാം അവരുടെ ആത്മാവിന് വളരെ ദീർഘകാല ദോഷം ചെയ്യുന്നവയാണ്. And these are things that will make a great harm to the soul in the life in the days to come. കുട്ടികളുടെ ഭക്തിയുടെ ദീപം കെടുത്തുന്ന കൽപ്പിത കഥകൾ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. So fictitious stories are included into syllabus which will just extinguish the thirst or the light of the spiritual life of the children. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഠപുസ്തകങ്ങൾ തന്നെ നമ്മൾ പഠിക്കാത്ത തരമില്ല, പഠിപ്പിക്കാത്ത തരമില്ല. അതെടുത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ പഠിക്കാവൂ. Therefore such a prescribed books, and there's no other go than going through the same. But what you have to do is then, once you take that one, keep your hand upon the same, make a prayer and go through it. നിങ്ങളുടെ കുട്ടികൾക്കായി പാഠപുസ്തകം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇതിനകത്തുള്ള എല്ലാ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും എൻ്റെ പൈതലിനെ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അവർക്കത് കൊടുക്കുവാൻ. When we purchase copies of the textbooks prescribed for students, what we need to do is that you have to lay your hands upon the same and pray. All the devilish things which are latent in this book, in the name of Jesus, I rebuke and cast out. After doing that only, you have to hand the copies over to your children. അങ്ങനെ ചെയ്താൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അവരത് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താൽ കൂടെയും അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം അവരെ കാത്തുകൊള്ളു. When you do so as part of literacy, even though the students learn them by heart, and they will be delivered from the bondage of the devil. പൊതുവെ അക്രൈസ്തവരുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ ഈ പൈശാചികമായ സ്വാധീനവും ബന്ധനവും ഉണ്ട്. Normally, in all the publications of the non-Christians, you can find this devilish influence and attraction. ക്രൈസ്തവരുടെ ഗ്രന്ഥങ്ങളിലും പലവിധമായ ദുരുപദേശങ്ങളുണ്ട്. അവ വായിക്കുന്നവർ വഞ്ചിക്കപ്പെടുമാകയാൽ അതും നാം സൂക്ഷിക്കണം. But in some of the Christian publications also, you can find secessionist and false doctrines which are the devices of the devil. Therefore, you need to be careful concerning the same as well. അക്രൈസ്തവമോ ക്രൈസ്തവമോ ഗ്രന്ഥം ഏതുമായിക്കൊള്ളട്ടെ, എഴുതിയിരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല എന്ന് ബോധ്യമുള്ളവ മാത്രമേ വായിക്കാവൂ. എല്ലാം വെറുതെ നേരം പോക്കിനൊന്ന് വായിച്ച് നമ്മുടെ മനസ്സും ആത്മാവും മലിനപ്പെടുവാൻ അനുവദിക്കരുത്. Irrespective of the publication, whether it is Christian or non-Christian, and once you feel that as you read the same, it is harmless, you can go through the same. If you feel that it is devilish, that may pollute your mind, do not venture out to the same. മനുഷ്യനിലേക്കുള്ള പിശാചിന്റെ പ്രവേശനത കവാടം മനസ്സിലാണ്. It is the mind, is the door whereby the devil moves into human personality. ദൈവവും മനുഷ്യനിലേക്ക് പ്രവർത്തിക്കുന്നത് അവന്റെ മനസ്സിലൂടെയാണ്. Even God also works in man through his mind. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിലാക്കി മനസ്സിൽ എഴുതുമെന്നാണ് ഒരു പരിഭാഷ. So one translation is, I will put my law into his mind and write the same in his heart. നമ്മുടെ മനസ്സിൽ അതെല്ലാം എഴുതപ്പെടുമ്പോൾ ആണ് ആ എഴുതപ്പെട്ട വചനമാണ്, ആ ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. As the word of God is inscribed in our mind, the written thought only leads us onward. നമ്മൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളും വാചകങ്ങളും നമ്മുടെ മനസ്സിൽ പതിയുകയും അതനുസരിച്ച് നമ്മുടെ മനസ്സ് തിരിയുകയും അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുക. When we read a book, the central theme, the principles which are constituent the book and that get imprinted in our memory, we are very much influenced to the same, and that makes a great influence in the long run in our life. ശരിയായതല്ലാത്തത് വായിച്ചു ഗ്രഹിച്ചു മനഃപ്പാഠമാക്കി എന്നുള്ളത് മനസ്സിലാക്കി ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മനസ്സിൽ നിന്ന് ദൈവക്ഷമതല്ലാത്തതെല്ലാം മായ്ച്ചു കളയണമേ. ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. When a person comes to understand that he has already read things which are untoward, against the will of God, which are devilish, he has to just make a confession unto the Lord, saying, Oh Lord, just wipe out everything from my memory, because only God can wipe that from his memory. ഇനി നാം സൂക്ഷിക്കേണ്ടത് ബിസിനസ് നടത്തുമ്പോഴാണ്. And the next, coming to the business arena, we need to be watchful. സിഗരറ്റ്, പുകയില എന്നിവയുടെ വിൽപ്പന, cigarette, then tobacco, so the disposal of all these things. ഫാൻസി സ്റ്റോർ നടത്തുക And conducting fancy stores. ഇതൊക്കെ പൈശാചികമായ ബന്ധനമുള്ള ലോകത്തിൽ മനുഷ്യനെ വഞ്ചിപ്പാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. So these are the commodities
that the devil is using in order to cheat the man who has got the devilish binding. ഇതൊക്കെ ചിലപ്പോൾ ഉപജീവന മാർഗം എന്ന നിലയിൽ തുടങ്ങിയേക്കാം, പക്ഷേ അത് പരോക്ഷമായി സാത്താന് സഹായം ചെയ്യുന്നതാകയാൽ വേറൊരു വഴിയുണ്ടാകുമ്പോൾ ഇത് നിർത്തണം. Sometimes as part of winning your livelihood, you may begin this business, but it actually you are helping the devil in an open way. Therefore, as you find some other way for a livelihood, you have to wind up this business. ബാർ ഹോട്ടലിലെ ജോലി, So again, profession, working in bar ഒരു hotels. പക്വതയുള്ളൊരു വിശ്വാസി ഒരിക്കലും അതിന് പോകുകയില്ല. A seasoned believer will not dare to the same. ചിലപ്പോൾ തുടക്കത്തിൽ അറിയാതൊരു വിശ്വാസി, ഞാൻ മദ്യപിക്കുന്നില്ല, എനിക്ക് മദ്യം വേണ്ട, അതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ, മാത്രമല്ല ഒരു മദ്യശാലയിൽ മദ്യപിക്കാത്ത ഒരു ജോലിക്കാരൻ എന്നുള്ളത് തീർച്ചയായും ഒരു വിജയകരമായ വിഷയം തന്നെയാണ്. അങ്ങനെ ഒരാൾ ജോലിക്ക് പോയേക്കാം. Sometimes in the beginning, it may seem to a person that I'm a believer, I do not go some other source of income, I go there, I do not drink. It is really a tall claim, a believer who is a man and who is not given to alcohol, who is working in the bar hotel. കുടിയനായി ആത്മഹത്യയുടെ കടം കീറി ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു ഹൈന്ദവനായ സഹോദരൻ രക്ഷിക്കപ്പെട്ടു. A man from the Hindu background, he was given to drinking, he to the bankruptcy, and he was at the point of താൻ suicide. ജോലിയില്ലാതെ വിഷമിച്ച സമയത്ത് ഒരു ഓഫർ വന്ന് ബാറിലെ ജോലിക്ക് കയറി അതിൻ്റെ പ്രധാന വിതരണക്കാരനായിട്ട് താൻ മാറി. When he was unemployed, he got the offer to work in a bar hotel. He got recruited there, and finally he became one of the supervisors of the same. ഒരു പക്വതയുള്ള വിശ്വാസി ആ ജോലി സ്വീകരിക്കത്തില്ല. A seasoned believer will not accept the same. എന്നാൽ അതിനൊരു മറുവശം, താൻ ആ ഒരിക്കൽ മദ്യപിച്ച് സകലവും നശിപ്പിച്ച മനുഷ്യൻ ഒരു ബാറിൽ ജോലിക്ക് കയറി 12 വർഷം മദ്യം ഉപയോഗിക്കാതെ അവിടെ ജോലി ചെയ്തു. അത് സുവിശേഷത്തിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ പ്ലസ് പോയിന്റായിട്ട് പറയുക. But the counter side is that a man who was given to drinking once upon a time and spoiled everything, now he goes to another bar hotel. He continues his work for a span of 12 long years, and he is quite free from this particular addiction. So I consider this as a great achievement of gospel. അതുപോലെ ബ്യൂട്ടി പാർലർ നടത്തുക, The same way, running beauty ഇതൊന്നും parlors. സ്വതവേ തെറ്റ് എന്ന് സ്ഥാപിക്കുകയല്ല. എന്നാൽ ഒരാളോ ജോലിക്ക് തുടങ്ങിയാൽ വേറൊരു വഴി ഉണ്ടാകുമ്പോൾ അത് നിർത്തണം, അതാണ് ഏറ്റവും നല്ലത്. I'm not fully established that as a fact these things are incorrect. If there is no other go, you can do that one. When you find some alternative, you make an attempt to wind them up. എന്തുകൊണ്ടെന്നാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നാം പിശാചിൻ്റെ നശീകരണ പ്രവർത്തനങ്ങൾക്ക് സഹായികളായിക്കൂടാ. Because overtly or covertly, we must not become instrumental for the operation of devilish devices. അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാത്തവർ, In the same way, people who are issueless. ഒരു കുഞ്ഞിനെ ദൈവം തരുന്നത് വരെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദൈവത്തിൽ നിന്നൊരു കുഞ്ഞിനെ വാങ്ങണം. Till the Lord gives you a child, tarry in the Lord, pray, wait for the Lord, and get a child from the Lord. ഈ വിഷയത്തിൽ സഹായിക്കുവാൻ നാട്ടിൽ കാണുന്ന നാട്ടിൽ പതിവായിട്ട് ഉള്ള വിഷയങ്ങളാണ് നേർച്ച കാഴ്ചകൾ. So normally, in order to win their goal, people what do they is making vows and offerings. ഇങ്ങനെയുള്ള നേർച്ച കാഴ്ചകളും ചില ചികിത്സാ സംവിധാനങ്ങളിലൊക്കെ അതിലൊക്കെ ദുഷ്ടാത്മാക്കളുടെ ബന്ധനമുള്ളതിനാൽ ഒരു വിശ്വാസി അത് ആശ്രയിക്കാൻ പാടില്ല. As there is a devilish influence in such vows, offerings, and the methods of treatment, a believer should not depend upon the same. വിവാഹിതരായി തീർന്നാൽ തന്നെ ഒരു കുട്ടിയുടെ അപ്പനോ അമ്മയായി തീരുവാനായിട്ട് ധൃതിപ്പെടരുത്. Even after getting married, do not make a haste to be a father or a mother of a child. ഒരു സാത്താന്റെ കയ്യിലെ ആയുധമായി തീരാവുന്ന ഒരു കുറ്റവാളിയോ ഒരു ക്രൂരനോ നിങ്ങൾക്ക് ജനിക്കാതിരിക്കട്ടെ. So it is, I wish that you should not have a child who is a culprit and instrument in the hands of the devil. അതിന് പകരം Instead, ലോകമറിഞ്ഞിട്ടുള്ള വിശുദ്ധന്മാരെ പോലുള്ളൊരു പൈതലിനെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങണം. therefore you have to pray unto the Lord to get a child, a sanctified one, holy one, according to the will of God. D.L. Moody, D.L. Moody, John Wesley, Smith Wigglesworth, Billy Graham, Pastor Paul. ലോകമറിഞ്ഞ ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ പോലുള്ളൊരു പൈതലിനെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ച ഒരു കുട്ടിയെ ദൈവത്തിൽ നിന്ന് വാങ്ങണം. You have to pray unto the Lord to be a child which is reputed like these personalities in the world, and accordingly get a child from the Lord. വീടും മറ്റ് കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. Again, when we construct homes,
under the establishments, again a few things of which we need to be careful. കഴിയുമെങ്കിൽ അങ്ങനെയുള്ളതായ പണികൾ വീണ്ടും ജനിച്ചവർക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് വേണം കൊടുക്കുവാൻ. To the most possible level, try to give such a constructive works and other things relate to the same to saved people. ചിലപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട കോൺട്രാക്ടറെയോ പണിക്കാരോ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കുകയില്ല. Sometimes you may not get a saved contractor or workers. നാം അവിശ്വാസികളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ടി വരും. With unbelievers, we are compelled to do the work. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ പൂജയോ പൈശാചികമോ മറ്റു കർമ്മങ്ങളോ അവർ ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊള്ളണം. Make sure in the midst of that constructive works, no puja or ceremonial thing has been undertaken. പല വിശ്വാസികൾ എനിക്കറിയാം, അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, I know the history of many believers. What do they say is, ഞാനിതൊന്നും ചെയ്യുന്നില്ല, അവർ ആശാരിയോ മേസ്രിയോ എന്തൊക്കെ അവരുടെ വിശ്വാസം ചെയ്ത് അത് ഞാനത് ഗണ്യമാക്കുന്നില്ലല്ലോ, എന്തെങ്കിലും ചെയ്യട്ടെ, അവസാനം വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചല്ലേ കയറുന്നത് എന്ന് സമാധാനിക്കുകയാണ്. voluntarily I do not do anything, any such thing. The mason or the carpenter, the laborers do something, I quite ignore. Finally, our saints come, they pray, the house is sanctified, after which we move in. ശരിയാണ്, പ്രാർത്ഥനയാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ഒരു ഭവനം വിശുദ്ധീകരിക്കപ്പെടും എന്ന് വരികിലും അത് അശുദ്ധമാക്കിയിട്ട് വിശുദ്ധീകരിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അശുദ്ധമാകാതെ സൂക്ഷിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. It is true that once the saints come, they offer prayer by which it is sanctified. It is better not to get it polluted and after which get it sanctified. ജാതികളുടെ നടപടികളാണ് മുഹൂർത്തം നോക്കുക ആദിയായ കാര്യങ്ങൾ. Looking after auspicious and ominous moments or way of the Gentiles. ആവർത്തന പുസ്തകം 18-ാം അധ്യായം Deuteronomy chapter 18. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Verses 9 to 12. മുഹൂർത്തം നോക്കുക ആദിയായ കാര്യങ്ങൾ ചെയ്യുന്നവർ യഹോവയ്ക്ക് വെറുപ്പാകും. So the people who are bothering about auspicious moments are an abhorrence to the Lord. അത് ജാതികളുടെ മര്യാദകളാണ്, അത് മ്ലേച്ഛതയാണ് എന്ന് ദൈവം തീർത്ത് കൽപ്പിച്ചിരിക്കുന്നു. The Lord has specifically mentioned that is the way of the Gentiles that amounts to abomination. ഇന്നും രക്ഷിക്കപ്പെട്ടവരുടെയിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ ഒരു ജയമില്ലാത്തവരും, Even today in the midst of so-called believers, the saved people, there are people who do not attain overcoming life related to these matters. രാഹുകാലമൊക്കെ നോക്കി മുഹൂർത്തം നോക്കി ചില കാര്യം ചെയ്തെങ്കിലും വല്ല കുഴപ്പം വന്നെങ്കിലോ എന്ന് കരുതി അവർ അതിനും വഴങ്ങുകയാണ്. If we do not care for these auspicious, ominous and good moments, if at all some untoward event results in the days to come, therefore to avoid that people do. അത് സാത്താനുമായ ബന്ധനത്തിന് കാരണമായി തീരും. That will pay way for the devilish binding. അതുപോലെയാണ് വീട്, കാറ്, വസ്ത്രം ഇവയൊക്കെ വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. The same way when we purchase vehicles, homes, garments and so on. ഇതൊക്കെ നാം വാങ്ങിക്കുമ്പോൾ പണം ദുർവ്യയം ചെയ്യുന്ന നിലയിലായിരിക്കരുത്. So as you purchase these things, do not misuse your money. പ്രയോജനത്തിന് നാം മുൻതൂക്കം കൊടുക്കണം. Only for the purpose you have to attach importance. അല്ലെങ്കിൽ അതിലൂടെ നാം വഞ്ചിക്കപ്പെടാം. So through that we may be deceived. ഇതിനൊക്കെ ഭംഗിയും വൃത്തിയും ഉണ്ടായിരിക്കണം. You need to have cleanliness and neatness. പക്ഷെ മറ്റുള്ളവരെ ആകർഷിക്കാനും പൊങ്ങച്ചത്തിനുമാണ് എന്ന് വരികിൽ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. But if it is for boastfulness and snobbery, and again the devil may walk there. ഒരു വിശ്വാസി വളരെ ആഡംബരമായൊരു വീട് പണിതു. A believer constructed a luxurious house. ഒരു വിശുദ്ധനെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. A saint was invited there. താൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. So that worker went there and said, the presence of God will not be here. Willing to open it. നമ്മളെ പിശാച് വഞ്ചിച്ച് ആവശ്യമെന്നതിനേക്കാൾ ഉപരി ആഡംബരവും പൊങ്ങച്ചത്തിനും നമ്മൾ തുനിഞ്ഞാൽ ദൈവത്തിന് സൂക്ഷിപ്പ് നമ്മളെ വിട്ടുപോകും. ആ ഭവനത്തിൽ നിന്ന് രോഗവും ശാപവും പൈശാചിക ബന്ധനം ഒരിക്കലും വിട്ടുമാറുകയില്ല. More than the purpose is a need, the devil may attract us not to show our pompous power and snobbery, but keep in mind the presence of God shall depart from there. Curse, sicknesses and maladies may follow us. മലയാളികൾക്കിടയിൽ വീടൊക്കെ വെക്കുന്നത് ഒരു മത്സരബുദ്ധിയോടെ അസൂയയുടെ പുറത്താണ് വെക്കുന്നത്. It is in the midst of the Malayalis normally, and they construct houses with a rebellious, competitive and a cynic-minded nature. 10,000 രൂപ പോലും കൈവശമില്ലെങ്കിലും ലക്ഷങ്ങളും കടമെടുത്ത് വീട് വെച്ച് പൊങ്ങച്ചം കാണിച്ചോളൂ. Even though he does not have 10,000 rupees with him, and he is ready to take loan lakhs of rupees and to build up mansions according to his fantasy. അത് ദൈവത്തിന് പ്രസാദമല്ല. It is not acceptable unto the Lord. തമിഴ്നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു വലിയ ഒരു വീട് വെച്ചു.
In Tamil Nadu, a man built a large house. കൺവെൻഷന് വന്ന പാസ്റ്റർമാരെ ഇവിടെ വിളിച്ചുകൊണ്ടേ പോയി. So he collected all the pastors who came for the convention to his house. ഈ വലിയ വീടെല്ലാം ചുറ്റി നടന്ന ശേഷമായ പാസ്റ്റർ സഹോദരനോട് ചോദ്യം ചോദിച്ചു. After visiting the entire places, the pastor asked a question to that brother. ബ്രദർ, നിങ്ങൾക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചു. Brother, do you have any debt? ഉണ്ട്. എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ലക്ഷങ്ങളാണ്. So when the pastor asked the amount, it amounted to lakhs. നിങ്ങൾ വേഗത്തിൽ ഇത് വിറ്റ് ആ കടം വീട്ടാൻ പറഞ്ഞു. Sell this all of a sudden and clear that debt. തിരുവനന്തപുരത്തുകാരാണെങ്കിൽ ചെയ്യത്തില്ല. ആ സഹോദരൻ അത് വിറ്റ് കടം തീർത്തു. If it were in Trivandrum, people would not do. But their brother sold that and cleared the debt. ഒന്നാമത് വിശുദ്ധന്മാരെ അനുസരിക്കുക, അടുത്തത് സ്വർഗത്തിൽ പോകണം എന്നുള്ളതായ നിർബന്ധമുള്ളത് കൊണ്ടാണ്. Primarily obeying the saints, and secondly, he is very particular. He must go to the kingdom of കാറ് heaven. വാങ്ങാം, വീട് വയ്ക്കാം, വസ്തു വാങ്ങാം, പക്ഷേ ദൈവസാന്നിധ്യവും ദൈവ ഇഷ്ടവും വിട്ടുപോയാൽ ഇത് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ മേൽ പിശാചിന് അവകാശം ഉണ്ടാവും. You can buy cars, you can build houses, you can raise the properties, but leaving the will of God, if you do that one, the devil may come and abide in it. That's also the device of the devil. അടുത്തത് നാം എല്ലാവിധ വിഗ്രഹങ്ങളോടും അകന്നുകൊള്ളണം. Next, we have to get separated from all kinds of idols. വിഗ്രഹം ദൈവം ഏറ്റവും വെറുക്കുന്ന തന്നെ ഉഗ്രകോപവും ന്യായവിധിയും വരുന്ന ഒരു കാര്യമാണെന്ന് വേദപുസ്തകം ആദ്യോടന്ന് വായിച്ചാൽ മനസ്സിലാവും. Idol is something that the Lord is moved with indignation and wrath. That is an abhorrence to the Lord. Throughout the Bible, we find it as reference to the same. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും എഴുതിയിട്ടുണ്ട്. Right from the book of Genesis to the book of Revelation, reference is given everywhere. ഒരു കരകൗശല വിദ്യ ആസ്വദിക്കാനാണെന്ന വിധത്തിൽ പോലും ഒരു വിഗ്രഹത്തെ നോക്കി നിൽക്കരുത്. So do not just watch an idol on the pretext that you are enjoying the handiwork of the same or the operation of the artistical work. ഒരു കുട്ടികളുടെ കളിപ്പാട്ടമെന്ന നിലയിൽ പോലും ഒരു വിഗ്രഹത്തിന് നമ്മുടെ വീട്ടിൽ ഇടം കൊടുക്കരുത്. As a toy of your children, do not give room for an idol in your home. പിശാചിന് ഇടം കൊടുക്കുന്ന യാതൊരു വസ്തുവും ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഉണ്ടായിരിക്കും. Anything that gives room for the operation of the devil should not find a place in a believer's home. ചില വിശ്വാസിയുടെ വീട്ടിൽ നിന്ന് രോഗം വിട്ടുമാറുന്നേയില്ല. In the case of some believers, sickness is a permanent affair there. കഷ്ടവും നഷ്ടവും പോരാട്ടവും നിലയ്ക്കുന്നില്ല. Sufferings, losses and agony, that is a permanent character. ശരിയായ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവമേ പിശാചിന് അവകാശമുള്ള എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവ വലിച്ചെറിയുമ്പോൾ അതോടുകൂടെ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും. As I sit in the presence of God, make a confession, oh Lord, if there is any object in my home that is contrary to thy will, the Lord shall reveal the same unto you. Unless you cast the same out, there cannot be any transition to your status. ആവർത്തനം 7:25 നമ്മൾ എന്താണ് വായിക്കുന്നത്? In Deuteronomy chapter 7 verse 25, what do we read? The graven images of their gods shall he burn with fire. Thou shalt not desire the silver or gold that is on them, not take it unto thee, lest thou be snared therein, for there is an abomination to the Lord thy God. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിൽ മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചെടുത്തു കൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. ആ വിഗ്രഹം അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാണ്. Images are an abomination unto the Lord. ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഗ്രഹം വീട്ടിലിരുന്നാൽ യഹോവയ്ക്ക് അറപ്പും വെറുപ്പുമാണ് ദൈവസാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. There is any kind of idol or image at your home, there is abomination, abhorrence to the Lord. Therefore this curse shall cling on to your life. അടുത്തത് പാട്ട് കേൾക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്. Further, as you listen to music, you need to be watchful. മനുഷ്യനെ പൈശാചികമായ ബന്ധനത്തിൽ ആക്കി തീർക്കുന്ന ആധുനിക സംഗീതം ഒഴിവാക്കണം. So try to avoid the modern music that is dragging man into the whirlpool of the devil. നമ്മുടെ വാഹനത്തിലായാലും വീട്ടിലായാലും ക്രിസ്തീയ സംഗീതത്തിന് മുഖ്യത്വം കൊടുക്കണം. Whether it is in our vehicles or at home, attach importance to Christian songs. ചില വിചാരിക്കുന്നത് ഒരു പാട്ടല്ലേ ഞാൻ കേൾക്കുന്നു, ഇതിലേ കയറുന്നു അതിൽ ഇറങ്ങിപ്പോകുന്നതിന് എന്താ കുഴപ്പം? Some people say that I simply listen to your music, on the one side I listen, the next moment I forget. പക്ഷെ നീ കേൾക്കുന്ന പാട്ടിലൂടെ പൈശാചികമായ ബന്ധനം നിന്റെ മനസ്സിലും ആത്മാവിലും കടക്കും. It is a song that you listen to, devilish mindings and work may come into your mind and your life. മർക്കോസ് 4:24 യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? Mark's Gospel chapter 4 verse 24, what does the Lord say? സാരമില്ലെന്ന് വെക്കരുതെന്നല്ല, വായിക്കണം.
And he said unto them, Take heed that ye hear with ശരി. മർക്കോസ് 4:24. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾക്കുന്ന എന്തെന്ന് സൂക്ഷിക്കണം. So you have to take heed. അപ്പോൾ എന്തെങ്കിലും കേൾക്കരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. The Lord says that you should not heed it to anything. ചില വിചാരം എന്താ ഞാൻ കേൾക്കുന്നേ ഉള്ളൂ അങ്ങ് തീർന്നല്ലോ എന്നാൽ കേൾക്കുന്നത് എന്തെന്നും സൂക്ഷിച്ചേ കേൾക്കാവൂ. കേൾക്കാൻ പാടില്ലാത്തത് ചെവിയിൽ കൂടെ കടക്കാൻ അനുവദിക്കരുത് എന്ന് കർത്താവ് അവിടെ നിഷ്കർഷിച്ചിരിക്കുന്നു. Some people simply say, simply I just hear only. I do not translate the same into my life. But the Lord says that you must be very particular that what ought to have not been heard should not be. അതുപോലെയാണ് സമ്മാനങ്ങൾ. The same is true with the mementos. കൂട്ടുകാർ പ്രത്യേകിച്ച് അവിശ്വാസികൾ തരുന്നതായ ഗിഫ്റ്റ്, ഭക്ഷണം, ഇതെല്ലാം സംബന്ധിച്ച് നമ്മൾ ജാഗ്രതയായിരിക്കണം. The gift, the food, things like that given by unbelievers, strange friends, you need to be watchful while receiving the same. അവിശ്വാസികളായ ആളുകൾ നമ്മളുള്ള സ്നേഹം നിമിത്തം പല സന്ദർഭങ്ങളിൽ നമുക്ക് പലവിധമായ സമ്മാനങ്ങൾ തന്നേക്കാം. Because of the love and friendship from the unbelievers, they may give us mementos and gifts. അത്യാവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള പണം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത്യാദി ഗിഫ്റ്റുകളൊന്നും നാം ഉപയോഗിക്കരുതെന്ന് വയ്ക്കണം. If the Lord is giving you the required amount to buy things according for your need, try to avoid these kinds of gifts. ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ അത്ര സ്നേഹിക്കുന്നവർ തരുന്നതായാലും വേണ്ടില്ല, അത് നമ്മൾ ഉപയോഗിക്കാതെ മറ്റൊരാൾക്ക് കൊടുത്തേക്കാം. Even though our most beloved ones, bosom friends who say, do not give this to anyone else and give the same. Just if it is not leading to you, then hand over same to someone else. അനേക വർഷങ്ങളായിട്ടറിയാം അനേകരും വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് അവർക്ക് ലഭിച്ചിട്ടുള്ളതായ സമ്മാനങ്ങളിലൂടെ. I know for years together experience, many people were deceived by means of the gifts that they got. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു IT ഒരു എഞ്ചിനീയർക്ക് അവരുടെ ഓഫീസിൽ നിന്ന് സമ്മാനമായി കൊടുത്ത ഒരു വാച്ച് നിമിത്തം വലിയ പൈശാചികമായ പോരാട്ടത്തിലാണ്. On one of the previous occasions I told that an IT engineer who got a gift, a watch as a gift, through which there was a great trial of the devil. അത് വെളിപ്പെട്ടു, അത് ഉപേക്ഷിച്ചതോടുകൂടെ ആ പോരാട്ടവും മാറി. As it was revealed, he cast the same out and that battle was over. അടുത്ത ദിവസത്തിലും ഇവിടെ പ്രാർത്ഥനയ്ക്കായി ഒരപ്പൻ മകളെ കൊണ്ടുവന്നു. Recently, a father came here for prayer with his daughter. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകൾക്കും ഇതൊരു വീക്ക്നെസ് ആണ്, ആരെന്ത് കൊടുത്താൽ അത് കളയത്തിലെല്ലാം അങ്ങ് വാങ്ങിച്ചു കൂട്ടി. The father said that this is a weakness of my daughter too. What all is offered by anybody, she would collect everything. ഒടുവിൽ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചതായ വിശ്വാസിയായ കുട്ടിക്ക് ഒരു ഹൈന്ദവനായ സ്നേഹിതൻ കൊടുത്ത ഒരു സമ്മാനത്തിലൂടെ അവൾ വഞ്ചിക്കപ്പെട്ടു. Finally, this girl who got saved, baptized and anointed, and she has been given a gift by a friend who is unsaved person, through which and she had the affliction of the devil. ഏതായാലും പ്രാർത്ഥനയാൽ അതിൽ നിന്ന് വിടുതലുണ്ടായി. By God's grace, by prayer, she got delivered therefrom. ആ കൊടുത്ത സമ്മാനം ഇവിടെ കിള്ളിയാറ്റോ ആറുണ്ടല്ലോ, കിള്ളിയാർ പാലം എന്തോ ആറ്റിലാണ് വെച്ചേക്കുന്നത്, ആറ്റിൽ കൂടെ പോയി ഒഴുകിയിട്ടുണ്ട്. So that was finally thrown away to Killiyar. ഇന്ന് സമ്മാനത്തിലൂടെ അവിശ്വാസികൾ അനേക ദൈവമക്കളെ പല വിധത്തിൽ ചതിച്ചുകൊണ്ടിരിക്കുകയും Today through gifts, through mementos, unbelievers are deceiving many children of God. അഥവാ അവിശ്വാസികൾ തരുന്ന ഒരു സാധനം ഉപയോഗിക്കേണ്ടി വന്നാൽ കൂടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിക്കുക. If at all you may have to use a thing that is given by an unbeliever, after spending a great deal of prayer only, you need to use it. അപരിചിതർ തരുന്നതായ ഭക്ഷണം കഴിയുമെങ്കിൽ ഒഴിവാക്കുക. ഭക്ഷിക്കേണ്ടി വന്നാൽ നന്നായി സ്തോത്രം ചെയ്ത് അത് വിശുദ്ധീകരിച്ച് ഭക്ഷിക്കുക. To the best possible level, try to avoid the food that was given by the unbelievers. If the circumstances compel you to have it, pray, sanctify it and have it. ഇത് നാം സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. So particularly this is something to be taught to the children who have their schooling, their education and staying at the hostels. അടുത്തത് സ്നേഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ടത്. Further, when we choose our friends, we need to be careful. ജോലിസ്ഥലത്തും സ്കൂളിലും കോളേജിലും ഒക്കെ സ്നേഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. In the officiating places, in schools, colleges, when we choose our friends, we must be careful. അവിടെ ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വേണം ഇടപഴകുവാൻ. If there are children of God, you have to build up your interaction with them. രക്ഷിക്കപ്പെട്ട അവരിൽ നിന്നും
നാം പ്രാർത്ഥിച്ച് സ്നേഹിതരെ തിരഞ്ഞെടുക്കണം. We have to pray and we must select friends from them. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരോടും നമ്മൾ സഹകരിക്കുകയും അവരോട് സാക്ഷ്യം പറയുകയും ചെയ്യേണ്ടതാണ്. But we have to deal with and cooperate with the unsaved ones, and we have to testify and to speak about God's things too. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും വേണം അങ്ങനെയുള്ള ഇടപെടുവാൻ. With the prayer and the grace of God only, you have to deal with such persons and matters. രക്ഷിക്കപ്പെടാത്ത സ്നേഹിതര് ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും ജാഗ്രതയോടും കൂടെ ഇടപെട്ടില്ലെങ്കിൽ നാം പരാജയത്തിലാവും. When we deal with unsaved friends who may be the partners of our business, with the great prayer and watchfulness, if we do not move, and the things would be problematic. അവിശ്വാസികളായ അവർ സേവിക്കുന്ന ശക്തിയെ ജയിക്കുവാൻ തക്ക ഒരു അഭിഷേകവും കൃപയും ജ്ഞാനവും നിനക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഇടപാടുകൾക്ക് പോകാവൂ. If he possesses an anointing, wisdom and power that can overtake the devilish power that is in him and he is worshipping, then only you have to go with him for interaction or dealings. രക്ഷിക്കപ്പെടാത്തവരെ ബിസിനസ് പാർട്ട്നേഴ്സായി തിരഞ്ഞെടുത്ത് പരാജയപ്പെട്ടു പോയ ധാരാളം പേരുണ്ട്. There are many people who had chosen unsaved people as their business partners and ended in miserable failure. ചിലരുടെ വിചാരം ഞാൻ അവരുമായി സഹകരിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് അവരെയും കൂടെ മാർഗത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. ശരി, കൃപയുണ്ടെങ്കിൽ ചെയ്തുകൊള്ളണം. Some people feel that I can deal with them, cooperate with them, I can preach, speak them of the gospel and bring them to our fellowship. If you are gracious enough, gifted enough, you can do it. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവരെ രക്ഷിക്കാൻ ചെന്നവരെയും കൂടെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ രണ്ടുപേരും കൂടെ മരിച്ച സംഭവങ്ങൾ ധാരാളം. There are plenty of cases wherein a man who is going to die because of plunging in water, a man goes to rescue the same, both got perished. സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നതും അവരുമായി ഇടപഴകുന്നതും ബിസിനസ് പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതും അയൽവാസികളെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ ഇതുപോലെ പരാജയത്തിലായി തീരാതിരിക്കാൻ ജാഗ്രതയായിരിക്കും. So it is in the process of selecting your friends, selecting the neighbors, selecting the business partners. This is how you need to be watchful. ഒരു ആത്മീയ പ്രവർത്തനത്തിനായ ഒരു സ്ഥലത്ത് നാം പോവുകയാണെങ്കിൽ Suppose we pay visit to a place where spiritual meeting is going on. ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. There are things where you have to take a care. മുമ്പേ ചെയ്യേണ്ടത് ദേശത്തിന്റെ അധിപതിയെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കണം. The first thing you have to do is that you must pray for the lead of the land, pray and hand you over to the hand of the Lord. ഒരു ലേഖനമൊക്കെ കൊടുക്കുവാനോ നോട്ടീസ് കൊടുക്കുവാനോ സുവിശേഷം പറയാനോ ഒരു ഭവനത്തിലേക്ക് നാം ചെന്നാൽ ആ ഭവനത്തിൽ കാൽ വയ്ക്കും മുൻപ് തന്നെ ആ ഭവനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികളെയും ശാസിച്ച് ബന്ധിക്കണം. When you make a house visitation, not to distribute tracts or just give a testimony to speak about the gospel. Before keep going there, you have to pray and to rebuke the devilish power that is operating there, and after which go. ഒരു പാട്ട് പാടുകയോ സാക്ഷ്യം പറയുകയോ പ്രസംഗിക്കുകയോ ആദിയായ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപായി ആ ശുശ്രൂഷയ്ക്ക് തടസ്സമായി പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിച്ച് ബന്ധിച്ച ശേഷമേ ആ ശുശ്രൂഷ ചെയ്യാവൂ. Before doing any spiritual activity such as singing a song, sharing the word of God or sharing a testimony, before which you have to pray and bind the devilish power that is there, and after which only you must do this process. ഭൂതങ്ങളെ പുറത്താക്കാൻ പോകുമ്പോൾ മാത്രമല്ല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ഈ ജാഗ്രത ഉണ്ടായിരിക്കും. It is not only as you go forward to cast out the evil spirits or demons, but as you go forward to pray for the sick people also, you must maintain this watchfulness. അങ്ങനെ ജാഗ്രതയായിരുന്നില്ലെന്ന് വരികില് മലയാളത്തിൽ ചൊല്ലുണ്ട്, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി എന്നുപോലായി പോകും. So if it is not so, as it is said, it will boomerang. രക്ഷിക്കാൻ ചെന്ന കുഴിയിലാകപ്പെടരുത്. So do not get trapped as you go forward to save him. ബന്ധനം അഴിക്കാൻ ചെന്ന ബന്ധിക്കപ്പെട്ടവരായി തീരരുത്. So you are going there to unstrap the binding, don't get it strapped. സൗഖ്യമാക്കാൻ പോയി രോഗികളായി മാറരുത്. So you are going there to heal people, do not get afflicted with the sickness. നാം ചെയ്യുന്ന ശുശ്രൂഷകൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും ശക്തമായ എതിർപ്പുണ്ട്, അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ശാസിച്ച് ബന്ധിച്ച ശേഷമേ ചെയ്യാവൂ. Try to understand that there is stiff resistance against the spiritual activity that we are going to do, and there is a power working against the same. Pray, rebuke the same, bind it, and after which go forward. ഇനി ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Again, as you go forward for official things also,
We need to be diligent. രാഷ്ട്ര നേതാക്കന്മാരിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ നാം ബന്ധിക്കണം. We have to bind the devilish powers which are working in the national leaders. അധികാരസ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ച് ബന്ധിച്ച ശേഷമേ അവരോട് സമീപിക്കാവൂ. As you are going to meet people who are holding highest offices, you have to pray and bind the devilish power that is working in them and approach them. പ്രത്യേകിച്ച് ഒരു ആത്മീയ വിഷയം ആയിട്ടല്ലെങ്കിൽ ദൈവവേലയോട് ബന്ധപ്പെട്ട ഒരാവശ്യത്തിനാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ പോയാൽ അവരിലെ പിശാച് അതിനെ മുടക്കിക്കളയും. Particularly when you are going to approach him in connection with something related to spiritual activity, if you do not approach him without prayer, the evil power that is in him will work against you. പ്രാർത്ഥന മാത്രമല്ല ദൈവ സ്വഭാവവും അത് പിശാചിനെ ജയിക്കുന്ന ഒരു സംഗതിയാണ്. Not only prayer, even the nature of God is something whereby you can overcome the devil. ഒരു സഭാ ശുശ്രൂഷകൻ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഡൽഹിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ അടുക്കൽ പോയി. A worker in charge of a church, in the midst of a particular affair, he went to Delhi in the midst of to meet an officer. ഒരു വിദേശത്തേക്കുള്ളതായ ഒരു യാത്രയ്ക്ക് പേപ്പർ ശരിയാക്കാനായിരുന്നു. See, he wanted to clear all the papers for his visit abroad. കടുത്ത സുവിശേഷ വിരോധിയായ ഉദ്യോഗസ്ഥൻ കടുംപിടുത്തം പിടിച്ച് ഒരു കാരണവശാലും ചെയ്തു തരികയില്ല എന്ന് പറഞ്ഞു വിട്ടു. So that officer who is so belligerent against our works, he was very particular saying, I would not clear it. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോകും. And as he came down, he said, may God bless you. 5 ചുവട് ഇങ്ങോട്ട് വെച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ തിരിച്ചു വിളിച്ചു. As he kept 5 steps, that officer called him back. നിങ്ങൾ എന്താണ് പറഞ്ഞത്? What did he say? ഞാൻ നിങ്ങൾക്ക് പേപ്പർ ശരിയാക്കി തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഇങ്ങനെ സന്ദർഭത്തിൽ എല്ലാവരും കോപിക്കുകയും പരാകുകയും ആയി എന്നെല്ലാം പറയും. നിങ്ങൾ ദൈവം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? ശരി, സാങ്ഷനാക്കി തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. When I said that I would not clear these papers, normally people would be provoked. They would be just vindictive against me. But you said calmly, God bless you. Come on, everything is clear. You can take it. വരങ്ങളിൽ ഏറ്റവും വലിയ വരം ദൈവ സ്വഭാവമാണ്. The greatest of all gifts is divine nature. പിശാചിനെതിരെയുള്ള ആയുധങ്ങൾ ഏറ്റവും ശക്തമായ ആയുധം ദൈവ സ്വഭാവമാണ്. So the mightiest weapon that can be employed against the devil is the divine character. അടുത്തതാണ് നമ്മുടെ യാത്രയും വാഹനങ്ങളും സംബന്ധിച്ച്. Further, matters are related to our vehicles and journeys. ഒരു യാത്ര പ്രാർത്ഥനയോടെ പുറപ്പെടണം. You have to set out a journey with prayer. നടത്തിപ്പില്ലാത്തൊരു യാത്ര നിശ്ചയമായും ക്യാൻസൽ ചെയ്യണം. Definitely you must cancel a journey if it is not according to the leading of God. യാത്രയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. You have to maintain traffic rules during the course of your journey. യാത്രാമധ്യേ പാട്ടും സ്തുതിയും ദൈവ സാന്നിധ്യം നമ്മോടുകൂടി ഇരിക്കുവാൻ സഹായകമാണ്. In the midst of the journey, the praises and singing that will preserve the presence of God with us. വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ കൃപയില്ലാത്ത സംഭാഷണങ്ങളും വാക്കുതർക്കങ്ങളെല്ലാം ഒഴിവാക്കണം. If there are more than one journey, and try to avoid words without any grace and spiritual edification. വാഹനം പിശാചിന്റെ പ്രവർത്തന കേന്ദ്രമെന്ന് അറിയാവുന്ന സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അധികം സൂക്ഷിക്കണം. As the vehicle goes through the places which are notorious for devilish activities, he must be serious and vigilant. ചില പ്രത്യേക സ്ഥലങ്ങളിൽ പിശാച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. And certain particular places are the epicenter of devilish works. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം, ചില പ്രത്യേക സ്ഥലങ്ങളിൽ തുടർച്ചയായി അപകടവും മരണവും ഉണ്ടാകും. Therefore you can understand in certain particular places these accidents and dangers are permanent affairs. അതൊരു കൊടും വളവുകളുള്ള അപകടം ഉണ്ടാകുന്നുണ്ട്. കൊടും വളവ് ഒന്നുമല്ലാതെ സ്ട്രേറ്റ് റോഡിൽ യാതൊരു അപകട സാധ്യത ഇല്ലാത്ത ഇടങ്ങളിൽ സ്ഥിരമായിട്ട് അപകടവും മരണവും. It is not a curve or a stiff bend. In straight places sometimes permanently accidents take place. അക്രൈസ്തവരുടെ ചില ആരാധനാലയങ്ങളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളതായ സ്ഥിര അപകടവും മരണവും സംഭവിക്കാറുണ്ട്. Even certain places when the worshiping places of the non-Christians are located permanently, such accidents take place. മനുഷ്യാത്മാവിനെ കൊന്ന നരകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ശക്തികൾ ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. So the devil's powers which are slaying human life and dragging them to hell, and they keep that certain places at the epicenter of work. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കടന്നു പോകുമ്പോൾ യേശുവിൻ രക്തത്തിന്റെ സംരക്ഷണത്തെ നാം ആവശ്യപ്പെടണം. As we pass through such places, we have to demand the preservation of the blood of Jesus. അപ്പോൾ പിശാചിന്റെ തന്ത്രം നമ്മുടെ മേൽ ഫലിക്കുകയില്ല. Then all the devices of the devil will be fruitless upon us. സൗന്ദര്യം സാത്താന ശക്തമായ ആയുധമാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. So I already reminded that beauty is another mightiest weapon of the devil. അതുകൊണ്ട് സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുകയും മറ്റുള്ളവരുടെ ആ സൗന്ദര്യത്താൽ വഞ്ചിക്കപ്പെടാതിരിക്കാനായി സൂക്ഷിക്കണം. Therefore be careful lest
You should be attracted by the beauty of others, and you may attract others by your beauty. You should not cheat others with your beauty. You should not deceive others with your beauty, and you should not be deceived by the beauty of others. വിവാഹം കഴിക്കുമ്പോൾ ദൈവഭക്തിക്കും സ്വഭാവത്തിനും നൽകുന്നതിനേക്കാൾ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് തീർത്തും ഭോഷത്വമാണ്. At the time of marriage, if you are not attached importance to physical beauty and other things more than divine beauty, divine character, it is real foolishness. അതിനർത്ഥം ജന്മസിദ്ധമായ സൗന്ദര്യത്തെ വികലമാക്കണം എന്ന് പറയുകയല്ല. That doesn't mean that. I don't say that. And you have to disprove all the inherent beauty. പക്ഷേ വസ്ത്രധാരണം കൊണ്ടും ശരീര പ്രദർശിപ്പിച്ചും സൗന്ദര്യം കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം പ്രവർത്തിക്കുന്നവർ സാത്താന്റെ ആയുധമാണെന്ന് അറിഞ്ഞിരിക്കണം. The people who are attracting others by means of dressing style and ostentatious of their physical body, you understand you are victimized to the craftiness of the devil. സാത്താൻ സ്ത്രീയെ കൊണ്ട് പുരുഷനെയും പുരുഷനെ കൊണ്ട് സ്ത്രീയെയും വഞ്ചിക്കുന്നു. The devil deceives man by taking woman and woman by taking man. ഒരു അന്യ പുരുഷനോ ഒരു അന്യ സ്ത്രീയോ നിങ്ങളുടെ സൗന്ദര്യത്തെ അഭിനന്ദിച്ചോ ആസ്വദിച്ചോ സംസാരിച്ചാൽ ഉടനെ ആ വ്യക്തിയോട് അകന്നു മാറിക്കൊള്ളണം. When a strange man or a strange woman just the praises of your beauty, get alienated from that person. അത് വഴിവിട്ട ബന്ധത്തിന്റെ തുടക്കമാണ്. That is the beginning of the illegitimate relationship. മറ്റുള്ളവർക്ക് അസഖ്യമായ വിയർപ്പ് നാറ്റമുള്ളവര് പൗഡറോ പെർഫ്യൂമോ ഉപയോഗിക്കുന്നതിനെ വ്യക്തിപരമായി എതിർക്കുന്നില്ല. So personally, I do not just resist against using some perfumes and which may be just nauseating to others. ഒരു റൂമിലെ ദുർഗന്ധം അകറ്റാൻ ഒരാൾ പെർഫ്യൂം ഉപയോഗിക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നില്ല. So I do not criticize a person using a perfume in a room to remove the foul smell. പക്ഷേ മറ്റുള്ളവരെ ആകർഷിക്കാനും സൗന്ദര്യം കൂട്ടാനും വേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും പെർഫ്യൂം ഉപയോഗിക്കുന്നതും ഒക്കെ അവൻ അറിഞ്ഞോ അറിയാതെയോ സാത്താന്റെ ആയുധങ്ങളായിട്ട് മാറുകയാണ്. So in order to attract others, in order to add up your beauty, in order to beautify yourself, if you use cosmetics or perfume things, that is a sin. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്താനും പിശാചിന് ഇടം കൊടുക്കുവാനുമുള്ള ഒരു പാപത്തിലും അകപ്പെടരുത്. So do not get trapped into any kind of sin whereby you may lose the divine presence. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന പിശാചിന് ഇടം കൊടുക്കുന്ന പാപം സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല. So not only the relationship between the man and woman, whereby you can lose divine presence and give room for the operation of the devil. നിഗളവും പ്രശംസയും പിശാചിന് ഇടം കൊടുക്കുന്ന ദൈവ സാന്നിധ്യം വിട്ടുപോകുന്ന പാപമാണ്. Boastfulness and pride are things whereby devil may be brought in and the presence of God may eliminated. എനിക്ക് ഒരു പാസ്റ്ററെ പരിചയമുണ്ട്. I know a pastor. എൻ്റെ ഓർമ്മ വെച്ച പ്രായം മുതൽ അദ്ദേഹം ഒരു കാലിന് മുടന്തുള്ള ആളാണ്. So right from a memory, and he has been lame. അത് ജന്മന അങ്ങനെയാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. I thought that by his birth he has been so. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ തനിക്കൊരു രോഗം വന്നു. Meantime, once he was afflicted with a sickness. എന്നെ ആത്മീയവിധത്തിൽ മുൻപോട്ട് കരുവിച്ച് നടത്തിയ ഒരു ദൈവകൃപയുള്ള ഒരു വിശ്വാസിയുണ്ട്. There was a believer who led me forward in my spiritual journey through the grace of God. അദ്ദേഹം പ്രാർത്ഥിപ്പാനായിട്ട് അവിടെ ചെന്നു. He went there to pray. ഇദ്ദേഹത്തിന് വേണ്ടി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. He started praying for this pastor. പെട്ടെന്ന് താൻ ഒരു ഫിലിമിനെന്ന പോലെ ഒരു കാഴ്ച കാണുകയാണ്. All of a sudden, as if in a film, he had a ഈ ദൈവദാസൻ ഇപ്പോൾ കാണുന്ന കാലിന്റെ സ്വാധീനക്കുറവൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യവാനായിട്ട് നടന്നൊരു വിസിറ്റിങ്ങിന് പോകുന്നു. So this man, without any handicapness, he was undertaking a visiting with a sturdy-bodied man. ഒരു പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്ന പിശാചിനെ പുറത്താക്കാൻ പോവുകയാണ്. So he was going there not to cast out an evil spirit. A girl was possessed with her. ആ വീട്ടിൽ ചെല്ലുന്നു, അവിടെ ശാസിച്ചു, ഭൂതം പുറത്തായി. He goes there, rebukes, and that demon is cast out. ആ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. The members of the family were highly joyful. അത് കഴിഞ്ഞ് ആ പുതിയ നിയമം കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് വിശ്വാസ വീട്ടിലേക്ക് നടക്കുകയാണ്. After which, holding the copy of the New Testament, that worker came back to his home. വരുന്ന വഴി തന്റെ മനസ്സിൽ താൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ശാസിച്ചു, ഭൂതമൊക്കെ പുറത്തായി എന്ന ഒരു പ്രശംസയും ഒരു നിഗള ഉള്ളിലുണ്ടാകുന്നു. On his return journey, he had the thought, I prayed, I rebuked, the evil spirit went out, so he got elated within. ഈ ചിന്ത ഉണ്ടായ നിമിഷത്തിൽ പിശാച് തന്നെ തട്ടി താഴെയിട്ടു. The moment he had that thought, the devil toppled him. അന്നുണ്ടായ അപാകതയിൽ നിന്നാണ് താൻ കാലിന് സ്വാധീനക്കുറവ് വന്നത്. It is because of that attack only he has been lame. ഇത് ഒരുമാതിരിപ്പെട്ട ആർക്കും അറിഞ്ഞുകൂടാ. So this is hidden to most of the people. ഇദ്ദേഹം തന്നെയും ആരോടും
അങ്ങനെ എൻ്റെ ഈ ചിന്ത കൊണ്ടാണ് വന്നതെന്ന് താൻ അറിഞ്ഞിരിക്കില്ല, അതുകൊണ്ട് ആരോടും പറഞ്ഞിരിക്കില്ല. Even he might not have been aware that and he was given so because of that thought. ഈ കാഴ്ച കണ്ട വിശ്വാസി ദൈവദാസനോട് വിശദമായി ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? The believer had that vision and he asked that pastor, had such an event taken place? ഉള്ളതാണെന്ന് സമ്മതിച്ചു. He agreed. അപ്പോൾ വലിയ പാപങ്ങൾ നാം കരുതുന്നത് മാത്രമല്ല, ഒരു നിഗളചിന്തയും പ്രശംസയും അതി പെട്ടെന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവസാന്നിധ്യം വിട്ടുപോകും, പിശാചിന്റെ പ്രവൃത്തിമാരുടെ ഇടവുണ്ടാകും. It is not simply the greatest sins, but even minor things, that means boastful and related thoughts, whereby the presence of God that preserves us may be out of us. അതുപോലെയാണ് മറ്റവരെ വിധിക്കുക എന്നുള്ള സ്വഭാവം. The same is the nature of judging others. അത് അത്ര വലിയ പാവമായി കരുതാറുണ്ടോ? നമ്മൾ ഒരു ദിവസം എത്ര പേര് വിധിക്കുന്നുണ്ട് ഏതെല്ലാം വിധത്തിൽ? So in different angles we judge many people in one day, but we don't consider that as a great sin. ഒരിക്കൽ ഒരു ശുശ്രൂഷകന് തൻ്റെ സഹപ്രവർത്തകന് സ്ഥലമാറ്റം ഉണ്ടായി. Once with regard to a worker, for his fellow worker there was a transfer. അദ്ദേഹത്തിന് ആ വ്യക്തിയെ ഏറെ നാളുകൊണ്ട് അത്ര ഇഷ്ടമല്ലായിരുന്നു മനസ്സുകൊണ്ട്. For prolonged days there was no love lost between. ട്രാൻസ്ഫർ ആയി എന്ന് കേട്ടപ്പോൾ ആ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷമുണ്ടായി. As he heard the news that person was transferred, he rejoiced within. താൻ ഒരു ഉയരത്തിൽ നിന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And he was engaged in a work in a lofty place. ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, Within him he said so. തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ, The headache is over. ഇത് ചിന്തിക്കുകയും ഉടനെ ആ സ്ഥാനത്ത് നിന്ന് താഴെ വീണു. As soon as he thought so, he fell down from the place he was working. 6 മാസം അതിന് കഷ്ടം അനുഭവിച്ച് വളരെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് കാരണം കൊണ്ട് അതിൻ്റെ വേദന മാറിക്കിട്ടി. For 6 months he suffered the consequences of the same. He humbled himself to the core. He prayed unto the Lord, and after which only there was a relief. കള്ളം പറയുക പിശാചിന് ഇടവുണ്ടാകുന്നൊരു കാര്യമാണ്. Uttering lies, you are opening the way for the devil. ഒരു കള്ളമെങ്കിലും പറയാത്തൊരു ദിവസം ഉണ്ടോ? So can you take one day without at least one lie? ഓരോ പ്രാവശ്യവും കള്ളം പറയുമ്പോൾ കർത്താവിന് സാന്നിധ്യം വിട്ടുപോകുന്നു, പിശാചിന് ഇടവുണ്ടാകുന്നു. Every moment you utter a lie, the presence of God is rolled out, and you are giving room for the work of the devil. ആ കള്ളം പറഞ്ഞതിനെ കുറിച്ച് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചാൽ ദൈവ സാന്നിധ്യം തിരികെ വരും. Realizing the same, if you make a confession and get sanctified, the presence of God is restored. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ഒരു 2-വീലർ യാത്ര ചെയ്തു പോകുമ്പോൾ On one occasion, when a person was riding a 2-wheeler, ഒരു പ്രത്യേകമായ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുകയായി. he was just thinking about a particular subject. ഇന്ന കാര്യം ചോദിക്കുമ്പോൾ ഇന്നതുപോലെ അതിന് ഒരു ഒഴിവൊഴി പറയാം എന്നൊരു വെള്ളക്കള്ള മനസ്സിലെങ്കിലും ചിന്തിക്കുന്നു. When that matter is asked, I will give that reply that he just planned a white lie. ചിന്ത വന്ന ഉടനെ തന്നെ സ്കൂട്ടർ ആക്സിഡന്റ് ആയി താഴെ വീണു. As soon as the thought came into him, the scooter met with an accident. The man fell down. അതുപോലെ ക്ഷമിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് പിശാചിനിടമുള്ള ഒരു പാപമാണ്. The same way, unforgiving spirit is another thing whereby you are drawing the devil. ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് കടന്നു വന്നു. A sister came forward requesting prayer. അവരോട് സുവിശേഷം സംസാരിച്ചു കൊണ്ടിരുന്നു. To her, gospel was preached. നിങ്ങൾ വിവാഹിതയാണോ? Are you married? അതെ. Yes. ഭർത്താവ്? What about a husband? അത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണ്ട. As it was asked, the reply was, don't ask his matters. ഇത് പറഞ്ഞതും ഉടനെ മൂഴി പിശാചങ്ങളായി. When she was saying that, then the operation of the devil came out. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 പിശാചുകൾ അവളിൽ നിന്ന് പുറത്താക്കേണ്ടതായിട്ട് വന്നു. The memory is all right. 17 evil spirits had to be cast out of her. ഭർത്താവിനോട് ക്ഷമിക്കാതെ ആ ഹൃദയം വെച്ചുകൊണ്ടിരുന്നു. അവളുടെ 14 പിശാച് കയറുന്നതിന് അവസരമുണ്ടായി. She persisted unforgiving spirit under her husband, whereby 14 devils came into her. അതെ, പിശാചിന് ഇടമുണ്ടാകുന്നത് ഇത്തരമുള്ള പാപങ്ങളുണ്ട്. So by doing such sins, you are giving room for the devil. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുക. And again, not to subject into the people who rule authority. നമ്മൾക്ക് മേൽ ഉള്ളവരോട് നാം മത്സരിക്കുക. So we are rebellious against our superiors. ഇതൊക്കെ ഒരു ദൈവമക്കൾക്കിടയിലെ സാധാരണ പാപങ്ങളാണ്. These are all simple or casual sins in the midst of the people of God. പിശാചിന് ഇടമുണ്ടാവുന്ന ഒരു കാര്യം. And these are things you are giving room for the devil. ഒരിക്കൽ ഒരു സിസ്റ്റർ അത് കൺവെൻഷനുകളിൽ പാസ്റ്റേഴ്സിന് കൂടെ പാട്ട് പാടി നടന്നു നിൽക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു. On one occasion, a sister who used to accompany our pastors during conventions and helping in hymn services. ഒരിക്കൽ ഒരു ചീഫ് പാസ്റ്റർ ഒരു വേദിയിൽ വെച്ച് ഒരു പാട്ട് പാടാൻ. On one occasion, in a stage, a chief pastor started a song. ഏതോ ചില കാരണവശാൽ
മത്സരിച്ച് പാടാതിരുന്നു. Due to some reasons, she was rebellious and so she did not അതോടെ help him. കൃപ വിട്ടുപോയി, പിശാച് അവൾ കടന്നു. So long that she lost the grace, devil came into her. ഏറെ വർഷങ്ങൾ ആ ബന്ധനത്തിൽ ആയിരുന്നു, മരിച്ചു. For prolonged years, she was under the same binding and she died. ആരാധനയ്ക്ക് ഇരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാതായി. And she was not willing to attend even a meeting. അപ്പോൾ ശ്രേഷ്ഠ അധികാരങ്ങളോട് നാം മത്സരിക്കുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടുപോകും, പിശാചിനിട ഉണ്ടാകും. So with authority or superiors, if we are rebellious, again the presence of God will be devoid of us and the devil will come in to occupy the place. സാത്താനെ ബന്ധനങ്ങൾ അകപ്പെടാതിരിക്കാനുള്ള പാപം എന്ന് പറയും, ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ്. Thus, these are the different branches of sins which are giving way for the operation of the devil. So I would like to wind up saying that. അടുത്തത് ചികിത്സ. And the next one is treatment. രോഗം വരുത്തുന്നതോടൊപ്പം ചികിത്സാ രംഗവും പിശാചിന്റെ പ്രവർത്തന കേന്ദ്രമാണ്. So again, the epicenter of the operation of the devil is not only bringing sicknesses but even giving centers of treatment. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. I don't say that you are walking in the medical field that is erroneous. പക്ഷേ ഒരു ഉപജീവന മാർഗം എന്നതിനേക്കാൾ ഉപരി അതൊരു സേവന മനോഭാവത്തോടെ ചെയ്യണം. But more than a way of livelihood, you must consider that as a service. കാരണം രോഗത്തിലും കഷ്ടത്തിലും വേദനയിലും ആയിരിക്കുമ്പോഴാണ് ഒരുവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഏറ്റവും നല്ല സമയം. Because the most opportune moment to draw a person towards God is when he is in misery, sorrow and sickness and pain. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അങ്ങനെയുള്ള സമയം നോക്കി അവരെ ദൈവത്തോട് അടുപ്പിക്കുന്നവരായി മാറിയാൽ ഡോക്ടർമാർ നഴ്സുമാരും നരകത്തെ കൊള്ള ചെയ്ത് ആത്മാക്കളെ സമ്പാദിക്കുന്നവരായി മാറും. People who work in the medical field, if you are capitalizing on exploiting such moments and do your service, you are looting, spoiling hell and bringing such people to heaven. മനുഷ്യന് രോഗം വരുന്നതിൽ പിശാചിന് ഗണ്യമായിട്ടൊരു പങ്കുള്ളതിനാൽ വൈദ്യശാസ്ത്ര രംഗത്ത് ജോലി നോക്കുന്നവർ വളരെ ദൈവാശ്രയവും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. As devil has got a substantial role in bringing sickness to human beings, people who are working in the medical field, you have to depend upon the grace of God to the greater extent and do that service. ഒരു യഥാർത്ഥ വിശ്വാസി മരുന്നിനെയും വൈദ്യന്മാരെയും ആശ്രയിക്കരുത്. A real believer should not depend upon the physician or medicine. പല മരുന്നുകളും പൈശാചിക സേവയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. Many medicines are connected to devilish service. നാട്ടുവൈദ്യന്മാരിലും അവിശ്വാസികളായ ഡോക്ടർമാരിലും ചിലര് സാത്താന്റെ ഏജന്റന്മാരും കൂടെ. Even indigenous physicians and unbelieved even doctors, and they follow the worship of the devil. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ എംബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. And you may have noticed the emblem of Indian medical science. ഒരു വടിയിൽ ചുറ്റിക്കെട്ടി കിടക്കുന്ന സർപ്പമാണ് അവരുടെ എംബ്ലം. A serpent that is coiled upon a rock. അതിൽ നിന്ന് തന്നെ മെഡിക്കൽ രംഗത്ത് പിശാചിന് എത്ര സ്വാധീനം ഉണ്ടെന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. From which it is explicit that what is the influence of the devil in the medical field. ആകയാൽ കഴിവതും ചികിത്സയിൽ ആശ്രയിക്കരുത്. Therefore, to the best possible level, do not trust upon treatment. ഒരുപക്ഷേ സൗഖ്യം കിട്ടിയേക്കാം. Sometimes he may be healed. പക്ഷേ പൈശാചി ബന്ധനം ചികിത്സിക്കാൻ പോകുന്നതിനാൽ ഉണ്ടാകുന്ന പൈശാചി ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ഏറെ പ്രാർത്ഥനയും ദൈവാശ്രയം വേണ്ടിവരും. With a great prayer and dependence upon God's grace, you have to go to do the service to get delivered from the devilish affliction that may make onslaught upon you. ചികിത്സിക്കാൻ പോയി ഉണ്ടാകുന്ന പൈശാചി ബന്ധനത്തിൽ വിടുവിക്കപ്പെടാൻ വേണ്ടി വരുന്ന പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിന്റെയും പകുതി മതി പ്രാർത്ഥനയാൽ സുഖമാകാൻ. You know, the effort that you are, the trust and the grace that you get in order to get delivered as you go to treat a person, the 50% to do to get healed if you simply pray for healing. അടുത്തതാണ് TV. Next one is TV. ഇത് വീട്ടിലില്ലാതിരിക്കുന്നതാണ് നല്ലത്. It is better if you do not possess it at home. അത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ Deuteronomy chapter 7 verse 27. നീ ഇത് വീട്ടിൽ കൊണ്ടുപോകരുതെന്ന് എഴുതിയിരിക്കുന്നു. So it is said that you should not take TV to your home. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അറപ്പായിട്ടുള്ളതിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. So no abomination should be taken to your home. English. Neither shalt thou bring an abomination into thine house, lest thou be a cursed thing like it. ബാക്കി കൂടെ അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. So utterly detest it, utterly abhor it,
because it is a thing of curse, തീരെ വെറുപ്പായിരിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. utterly abhorrence. എന്തുകൊണ്ടെന്നാൽ സാധാരണ വെളിച്ചം എന്ന് പറയുന്നത് അനുഗ്രഹവും നന്മയായിട്ടാണ് വേദപുസ്തകത്തിലും അറിയപ്പെടുന്നത്, എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത്. The Bible interprets and all human beings think that light is a blessing. വെളിച്ചം എപ്പോഴും നല്ലത് തന്നെയാണ്. Light is always good. ഇരുട്ടാണല്ലോ എപ്പോഴും പൈശാചികമായിട്ടുള്ളത്. Darkness is always devilish. എന്നാൽ വെളിച്ചത്തെ പാപമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. But in Bible we read this light is a sin. അതെ, സദൃശ്യവാക്യങ്ങൾ 21:4 വായിക്കണം. Proverbs 21:4. സദൃശ്യവാക്യങ്ങൾ 21:4. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ദുഷ്ടന്മാരുടെ ദീപം പാപമാണെന്ന്. And high look and a proud heart and a plowing of the wicked is sin. ദുഷ്ടന്മാരുടെ ദീപം അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ വെളിച്ചം അത് പാപം. The light of the wicked is a sin. ഇതാ ടി വിയിലൂടെ വെളിച്ചമാണ് വരുന്നത്, അത് ദുഷ്ടന്റെ വെളിച്ചമാണ്, ഒരു തർക്കവും. Through television light comes, definitely it is a light to the wicked. എന്തുകൊണ്ടെന്നാൽ അത് ഉണ്ടായ ശേഷം അതിലൂടെ വരുന്ന പ്രോഗ്രാമിലൂടെ ഈ ലോകത്തിൽ എത്ര ആത്മഹത്യയും എത്ര കൊലപാതകവും എത്ര ലൈംഗിക കുറ്റകൃത്യങ്ങളും നടന്നിട്ടുള്ളതെന്നുള്ളതിന് ഒരു കണക്കും. So actually innumerable are the crimes related to suicidal crimes, murder crimes, then the sexual abuse, because since the introduction of television. അതുകൊണ്ടാണ് ദീപം പാപമെന്ന് പറയുന്നത്. Therefore it is mentioned that light is a sin. 7:5 ഹിന്ദുവിൽ ഒരു വാർത്ത വന്നു. In 7:5 there was a publication in the Hindu. അതിങ്ങനെയാണ്, സെലിബ്രേറ്റ് ലോവർ ഇലക്ട്രിസിറ്റി ബിൽസ് വിത്ത് ലൂസിഫർ ലെഡ് ലൈറ്റ്സ്. So this is a advertisement, celebrate lower electricity bills with lower electricity bills with the Lucifer lights. ലൂസിഫർ LED ലൈറ്റ്സ്. Lucifer LED lights. ഒരു ലൈറ്റിന് ലൂസിഫർ എന്ന് പേരിട്ടിരിക്കും. Now they have given the name Lucifer. അപ്പോൾ അത് ലൂസിഫറും വെളിച്ചത്തിന്റെ വേഷത്തിൽ വന്ന മനുഷ്യനെ വഞ്ചിക്കുകയാണ്. So Lucifer also comes in the disguise of light. ഇത് കേവലം ഒരു ബ്രാൻഡ് നെയിമാണെന്ന് വിചാരിക്കരുത്. ഇത് പിശാചിന്റെ ഒരു ഒരു പ്രവർത്തന മേഖലയാണ്. Don't simply think that this is a brand name. This is a field where the devil is making his operation. അതുകൊണ്ടാണ് പറഞ്ഞത് TV വീട്ടിലില്ലാതിരിക്കുന്നത് നല്ലത്. That's why I had advised it's better not to have a TV set at home. അതുകൊണ്ട് പല പ്രയോജനം ഉണ്ടെന്ന് പലർ പറഞ്ഞേക്കാം. People may think that is also useful. പക്ഷേ അത് കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നതിന് വിഷപ്പാമ്പാണ്. But that is a poisonous snake that is kept in a cage. കുറെ പ്രയോജനവും അതിലേറെ ദോഷവുമാണ് അതുമൂലമുള്ളത്. Of course, more harm than good. ഇത് സാത്താന്റെ ആധുനിക ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത്. This is the highest of all the modern weapons of the devil. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന തിന്മയും നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കാണിക്കുകയും Any evil that takes place in any corner of the world is brought to our bedroom. സിനിമയെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും. So that is fetching movie to your bedroom. സിനിമയാണ് ഇന്ന് ഏറ്റവും ദോഷകരമായ ഒരു വസ്തുത. So movie is the most poisonous evil today. പണ്ട് മുതലേ നാടകമുണ്ട്. And from days past drama has been there. മുൻകാലങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ധാർമ്മിക സന്ദേശമുള്ള നാടകമൊക്കെ മനുഷ്യൻ അവതരിപ്പിക്കുമായിരുന്നു. But in the former days man would enact a place with some moral lesson. അല്ലെങ്കിൽ കോമഡി, otherwise a comedy. പക്ഷേ ഇപ്പോൾ വന്ന് മനുഷ്യന്റെ അഭിരുചിക്ക് തക്കവണ്ണം അതിൽ കൂടുതലും സെക്സും ക്രൈമുമാണ്. But today according to the taste of man, sex and crime has been mixed with. അതോടുകൂടെ തലമുറയെ മനുഷ്യനെ നശിക്കാൻ തുടങ്ങി. So follow the same, after which generations started getting polluted. എന്നും കുറ്റകൃത്യങ്ങൾ കണ്ട് അത് ചെയ്യാനുള്ളതായ മനുഷ്യന്റെ ആ വൈമനസ്യം പോയി ഒരു സാധാരണ കാര്യമായി മാറി. Everyday man watches criminal activities and now he is given to that kind of mind whereby he is prepared to do anything. സെക്സ് നാൾതോറും കണ്ട് മനുഷ്യ മനസ്സ് മുഴുവനും മലിനപ്പെട്ട് ഒരു കണിക പോലും ധാർമ്മികത മനുഷ്യ മനസ്സിലില്ലാത്ത നിലയിലായി. Watching sex day after day, and the man lost his even conscience, not even iota of good conscience is in him. ടിവിയിൽ പരസ്യങ്ങളാൽ സാത്താൻ മനുഷ്യനെ വശീകരിക്കുകയാണ്. Through advertisements in TV, again the devil is attracting human beings. പലരും വിചാരിക്കുന്ന ഒരു സിനിമ കണ്ടെന്ന് വിചാരിച്ച് എന്താ എന്നാ ചോദിക്കും. Many people ask that what is the harm in watching a movie? അതിൽ കഥയല്ലേ കലയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. It is a story that is translated into art. നിങ്ങൾക്കറിയാമോ, മിക്കവാറും സിനിമകൾ
അതിൻ്റെ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടി പൂജ ചെയ്ത് ആണ് റിലീസ് ചെയ്യുന്നത്. You know that most of the movies did not attract the viewers, and after offering pujas only released. അതുകൊണ്ട് അതിൻ്റെ അഡ്വർടൈസ്മെന്റ് കാണുന്നവർക്കും അത് കാണുന്നവർക്കും ആ പൈശാചികമായ ബന്ധനം ഉണ്ടാവുകയാണ്. Therefore, the people who watch the advertisement and the movie, and they are also influenced by the same affliction. നർത്തകിമാരും നടീനടന്മാരും അവരറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ ഏജന്മാരായി മാറുകയാണ്. Actors, actresses and dancers, knowingly or unknowingly, they become the agents of the devil. അതുകൊണ്ട് സിനിമയെ മാത്രമല്ല സിനിമയിലെ സീരിയലിലെയോ നടീനടന്മാരുടെ ചിത്രം അല്ലെങ്കിൽ അത് അവരുടെ പോസ്റ്റർ നോക്കുന്നത് പോലും പൈശാചിക ബന്ധനത്തിന് കാരണമായി തീരും. Therefore, not only movies, if you are watching the actors and actresses which find place in movies and dramas, that's also amounting to sin. ദൈനംദിന ജീവിതത്തിൽ പൈശാചികമായ ബന്ധനത്തിൽ നാമും നമ്മുടെ തലമുറയെ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരുപിടി കാര്യങ്ങളാണ് ഇതുവരെയും പറഞ്ഞത്. So I have just mentioned a handful of things, and whereby we and our generation may not be trapped into devilish works. ഒടുവിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അല്പം കൊണ്ട് പറയാനുണ്ട്. And the subject that I have just mentioned, a few more things have to be ഇതിനേക്കാൾ added. ഗുരുതരമായി മനുഷ്യനെ വശീകരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന കണ്ടുപിടുത്തത്തെക്കുറിച്ചും പറയാനുണ്ട്. അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. And more formidable are the results of computer that we should discuss in the next session. പൗലോസ് എന്താണ് കൊരിന്ത്യരോട് ചോദിക്കുന്നത്? What does the Saint Paul ask the Corinthians? സാത്താന തന്ത്രങ്ങൾ നിങ്ങൾക്ക് മനഃപ്പാടമാണല്ലോ എന്ന്. And he is saying that, and you know all the devices of the devil by heart. സാത്താന തന്ത്രങ്ങളെ കൊരിന്ത്യ സഭയ്ക്ക് അറിയാമായിരുന്നു, നിങ്ങൾക്കും എനിക്ക് അറിയാമോ? So the devices of the devil were known to the church of Corinthians. Do we know? വിവിധ പ്രവർത്തന മേഖലകളിലുള്ള സാത്താന തന്ത്രങ്ങളെ അറിഞ്ഞ് നാം ജയാളികളായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. Knowing the devices of the devil in different modes of life, we must become overcomers. അതുകൊണ്ട് പ്രാർത്ഥനയോടും ജ്ഞാനത്തോടും ദൈവസ്വഭാവത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് സാത്താന തന്ത്രങ്ങളെ ജയിക്കുന്നവരായി തീരാം. Therefore, with the prayer and with the wisdom, with the holiness and the prayer, come with the presence of God, let us know the devices of the devil and lead an overcoming life. കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ, കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ, ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ, കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ, ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. ഹല്ലേലൂയ. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൽ അമിത ബലം ധരിക്കാം.